നമസ്കാരം, ഞാൻ അനിൽ. പോസിറ്റീവ്നെസ് പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എങ്ങനെ രൂപം കൊണ്ടു എന്നതാണ്. അതിനു മുമ്പ് ഈ വീഡിയോ മുഴുവനായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ വളരെ ഏറെ പ്രയോജനപ്രദമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സ്ക്രീനിൽ കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മൾക്ക് EFTയുടെ അഥവാ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കാം. അമേരിക്കയിൽ ഡോക്ടർ കലഹാൻ എന്ന ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. ക്ലിനിക്കൽ തെറാപ്പിയിൽ 40 വർഷത്തെ അനുഭവ പരിചയമുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത് ധാരാളം പേഷ്യൻസ് എത്തുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേഷ്യൻസുകളിൽ ഒരാളായിരുന്നു മേരി എന്ന സ്ത്രീ. ഇവർ വളരെ തീവ്രമായ വാട്ടർ ഫോബിയ കാരണം അവർക്ക് കുളിക്കുവാനോ മഴക്കാലത്ത് പുറത്ത് ഇറങ്ങി നടക്കുവാനോ കഴിയില്ലായിരുന്നു. ഈ കാലത്താണ് ടച്ച് ഫോർ ഹെൽത്ത് എന്ന തെറാപ്പിയുടെ ഫൗണ്ടർ എന്നറിയപ്പെടുന്ന ജോൺ ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഡോക്ടർ കലഹാൻ ഒരു ട്രെയിനിങ്ങിനായി പോയി. വയറിനകത്ത് എന്തെങ്കിലും തരത്തിൽ ഒരു ഡിസ്ട്രസ് ഉണ്ടായാൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മെറിഡിയൻ പോയിൻ്റ് കണ്ണിന് താഴെയാണെന്ന് ട്രെയിനിങ്ങിൽ നിന്നും മനസ്സിലാക്കിയ ഡോക്ടർ കലഹാൻ തൻ്റെ പേഷ്യൻ്റായ മേരി ഒരിക്കൽ തൻ്റെ ക്ലിനിക്കിലെ പൂൾ സൈഡിൽ പോയപ്പോൾ തനിക്ക് വയറിൻ്റെ അടിവശത്ത് ഡിസ്ട്രസ് അനുഭവപ്പെട്ടതായി പറഞ്ഞത് ഓർമ്മ വന്നു. ട്രെയിനിങ് കഴിഞ്ഞ് മടങ്ങി വന്ന ഡോക്ടർ കലഹാൻ തൻ്റെ പേഷ്യൻ്റായ മേരിയോട് വെള്ളം കാണുമ്പോൾ തനിക്കുണ്ടാകുന്ന ഭയത്തെ ചിന്തിച്ചുകൊണ്ട് കണ്ണിന് താഴെയായി ടാപ്പ് ചെയ്യാൻ നിർദ്ദേശിച്ചു. അതിശയകരം എന്ന് പറയട്ടെ, മേരിയുടെ വാട്ടർ ഫോബിയോ മിനിറ്റുകൾക്കുള്ളിൽ മാറിക്കിട്ടി. അങ്ങനെ ഈ അനുഭവത്തിൽ നിന്നും ഡോക്ടർ കലഹാൻ തോട്ട് ഫീൽഡ് തെറാപ്പി TFT എന്ന ഒരു ചികിത്സയ്ക്ക് രൂപം നൽകി. ഇതുമായി ബന്ധപ്പെട്ട് പലതരം ലോഗോറിതംസ് രൂപം നൽകി അദ്ദേഹം ഓരോ തരം രോഗത്തിനും ഓരോരോ അക്യുപഞ്ചർ പോയിന്റുകൾ കണ്ടുപിടിച്ച് ടാപ്പ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഇത്തരം പോയിന്റുകൾ കണ്ടുപിടിക്കുക വളരെ ശ്രമകരവും വിവിധ മെഷീനറികളുടെ സഹായത്തോടെയും ആയതിനാൽ ചെലവേറിയതായിരുന്നു. ഇക്കാലത്താണ് അമേരിക്കയിലെ സാൻഫോർഡിലെ എഞ്ചിനീയർ ആയ ഗാരി ക്രൈഗ് അദ്ദേഹം ഡോക്ടർ കലഹാൻ്റെ അടുത്ത് തോട്ട് ഫീൽഡ് തെറാപ്പി ട്രെയിനിങ്ങിനായി വന്നത്. TFTയുടെ ട്രെയിനിങ്ങിനായി വന്ന അദ്ദേഹം 1991 TFT ട്രെയിനിങ് പൂർത്തിയാക്കി. ഗാരി ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടത്തുകയും അതിൻ്റെ ഫലമായി എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കോമണായി പ്രവർത്തിക്കുന്ന വിവിധ മെറിഡിയൻ പോയിന്റുകൾ കണ്ടെത്തുകയും അതിലൂടെ ഒരു പുതിയ തെറാപ്പിക്ക് ആവശ്യമായ സ്ട്രക്ചറുകൾ തയ്യാറാക്കി 1995 ഗാരി EFT അഥവാ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കിന് ജന്മം നൽകി. അതിനുശേഷം ട്രെയിനിങ്ങും തുടങ്ങി. കഴിഞ്ഞ 30 വർഷക്കാലമായി ലോകമെമ്പാടും വളരെയധികം പേർക്ക് ഉപകാരപ്രദമായ ഒരു തെറാപ്പിയാണ് EFT. EFTയുടെ ചരിത്രം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.